Hi all. ഇന്ന് ദ റെലവൻസ് ഓഫ് വാല്യൂസ് ഇൻ മാനേജ്മെൻറ്റ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. മെയിൻ പോയിൻറ്റ്സ് പറഞ്ഞു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സോ വാല്യൂസ് ആർ ഇൻഡിവിജ്വൽ ബിലീഫ്സ് ദാറ്റ് മോട്ടിവേറ്റ് പീപ്പിൾ ടു ആക്ട് വൺ വേ ഓർ അനദർ. Generally speaking, people are predisposed to adopt the values that they are raised with. ഒരു വ്യക്തിയിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിരിക്കും. ഏത് കൾച്ചറിലാണോ ആ വ്യക്തി ജനിച്ചത്, വളർന്നത്, ആ കൾച്ചറിലെ വാല്യൂസ് ആ വ്യക്തിയെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകമാണ്. സോ റോൾ ഓഫ് വാല്യൂസ് ഇൻ മാനേജ്മെൻറ്റ്, ഒരു മാനേജ്മെൻറ്റ് ബേസിസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വാല്യൂസിൻ്റെ റോള് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് വാല്യൂസ്, അല്ലെങ്കിൽ വാല്യൂസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നാമതായിട്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ്, ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് വാല്യൂസ് കൊണ്ട് സാധിക്കും. വാല്യൂസ് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു? എങ്ങനെയാണ് ഈ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നത്? ബൈ പ്രൊവൈഡിങ് ദ ബേസിക് നോളജ് ആൻഡ് മോറൽ ഗ്രോത്ത് ആൻ എംപ്ലോയി നീഡ് ഇൻ എ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ നിലനിൽക്കണമെങ്കിൽ ഒരു എംപ്ലോയിക്ക് ആവശ്യമായിട്ടുള്ള പ്രോപ്പർ നോളജ്, ഗ്രോത്ത്, മോറൽ ഗ്രോത്ത്, അവയൊക്കെ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാല്യൂസ് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുക. അപ്പം ഇൻ ഷോർട്ട്, ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ എംപ്ലോയി ഇൻ ആൻ ഓർഗനൈസേഷൻ, വാല്യൂസ് ആർ ഇന്നവിറ്റബിൾ. രണ്ടാമത്തെ ഫാക്ടർ മോട്ടിവേഷനാണ്. രണ്ടാമത്തെ റോള്, വാല്യൂസ് ക്യാൻ ആക്ട് ടു അവേക്ക് ഹിഡൻ ടാലൻസ് ഇൻ എംപ്ലോയീസ്. വാല്യൂസ് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറായിട്ടാണ് നിലനിൽക്കുന്നതെന്ന്. ഇറ്റ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ടു മോട്ടിവേറ്റ് ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് മോട്ടിവേറ്റിംഗ് എംപ്ലോയീസ് ടു ഒബ്റ്റെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെയും അതുപോലെ തന്നെ എംപ്ലോയീസിനെയും ഒരുപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഘടകമാണെന്ത്? വാല്യൂസ്. വാല്യൂ ഓറിയൻറ്റഡ് മാനേജ്മെൻറ്റ്, ഹോളിസ്റ്റിക് മാനേജ്മെൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പോയിരുന്നതാണ്. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ റോള് മോഡിഫൈസ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓർഗനൈസേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് വാല്യൂസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അല്ലെങ്കിൽ നല്ല വാല്യൂസ് ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഓർഗനൈസേഷനിൽ ഗുഡ് ബിഹേവിയർ കാഴ്ചവെക്കാൻ പറ്റും. അപ്പം ബിഹേവിയർ മോഡിഫൈ ചെയ്യണമെങ്കിലും വാല്യൂസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഡിറ്റർമൈൻ ഇൻഡിവിജ്വൽ ബിഹേവിയർ, അതായത് ദ മാനേജർ ക്യാൻ ബ്രിങ് ചേഞ്ച് ഇൻ ദ ഡിസയേർഡ് വേ ത്രൂ കൺട്രോളിങ് ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ്. ഒരു എംപ്ലോയിയുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വാല്യൂസിനെ മാനേജർ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഫിഫ്ത്ത് റോൾ ഹെൽപ്സ് ഇൻ ബ്രിങ്ങിങ് ചേഞ്ചസ്. വാല്യൂസ് ഓർഗനൈസേഷണൽ ചേഞ്ചിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിറ്റർമൈൻ ആറ്റിറ്റ്യൂഡ്സ്, പ്രൊമോട്ട് ലീഡർഷിപ്പ്. മാനേജേഴ്സ് ക്യാൻ ബി എഫക്റ്റീവ് leaders only by following and practicing values in their managerial jobs. നല്ല വാല്യൂസ് ഫോളോ ചെയ്യുന്ന, സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, സിമ്പിൾ ലിവിങ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു മാനേജർക്ക് ബെറ്റർ ലീഡർ ആവാൻ പറ്റുന്ന. അപ്പം ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എൻഹാൻസ് ചെയ്യണമെങ്കിൽ ഗുഡ് വാല്യൂസ് ഒരാൾ പൊസസ് ചെയ്യണം. പിന്നെ ബ്രിങ് ക്രിയേറ്റിവിറ്റി, ഇന്നോവേഷനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഘടകവും കൂടിയാണ് വാല്യൂസ്. പിന്നെ 10th റോൾ ഇൻവോൾവ് ഇൻ മാനേജീരിയൽ ഗോൾസ്, മാനേജീരിയൽ ഒബ്ജക്റ്റീവ്സ്, മിഷൻസ്, പിന്നെന്താ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാല്യൂസ് ഒരു ഇന്നവിറ്റബിൾ സോഴ്സ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. വാല്യൂസ് ആർ ഡിസിസീവ് ഇൻ ദ സെലക്ഷൻ ഓഫ് മിഷൻസ്, ഗോൾസ്, ഒബ്ജക്റ്റീവ്സ്, അഡ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. പ്ലാനിങ്ങിലും ഓർഗനൈസിങ്ങിലും കൺട്രോളിങ്ങിലും ഒക്കെ വാല്യൂസിൻ്റെ ഒരു കയ്യൊപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇതൊക്കെ ഗോസ് പാരലൽ വിത്ത് മാനേജേഴ്സ് വാല്യൂസ്. ഈ പ്ലാനിങ് ഒക്കെ മാനേജറിൻ്റെ വാല്യൂവിന് പാരലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഘടകമാണ്. ഗൈഡ് ടു ലൈഫ്, പ്രൊഫഷൻ ആൻഡ് ക്യാരക്ടർ. മോറൽ, എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ വാല്യൂസ് ഒരു എംപ്ലോയിയുടെ ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജറിൻ്റെ ക്യാരക്ടറിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്. വാല്യൂ ക്യാൻ ബിക്കം ദ ബേസിസ് ഫോർ ദ ബിഹേവിയർ ഓഫ് ദ എംപ്ലോയീസ്. ഒരു എംപ്ലോയിയുടെ ബിഹേവിയറിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നതും ആ എംപ്ലോയിയുടെ ഉള്ളിലുള്ള വാല്യൂസ് തന്നെ ആയിരിക്കും. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാല്യൂസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
പിന്നെ വർക്ക് എത്തിക്സ്, അതായത് ഈ എത്തിക്കൽ വാല്യൂസൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി വർക്ക് പ്ലേസിൽ സ്കിൽഫുൾ ആയിരിക്കും, ഗുഡ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും, അതായത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക് ആയിരിക്കും, വർക്ക് മാനേഴ്സ് ഫോളോ ചെയ്യും, ഇൻ്റർപേഴ്സണൽ വിഷൻ, ഹാബിറ്റ്സ് എല്ലാം ഗുഡായിരിക്കും. അപ്പം ഇതാണ് വാല്യൂസിൻ്റെ മാനേജ്മെൻറ്റിലുള്ള റോള് എന്ന് പറയുന്നത്. അടുത്തത് സോഷ്യൽ ഓഡിറ്റ് ആണ്. സോഷ്യൽ ഓഡിറ്റ് എന്നാൽ ഇറ്റ് ഈസ് എ വേ ഓഫ് മെഷറിംഗ്, അണ്ടർസ്റ്റാൻഡിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് അൾട്ടിമേറ്റ്ലി ഇംപ്രൂവിംഗ് ആൻ ഓർഗനൈസേഷൻസ് സോഷ്യൽ ആൻഡ് എത്തിക്കൽ പെർഫോമൻസ്. ഒരു ഓർഗനൈസേഷൻ്റെ സോഷ്യലും അതുപോലെ തന്നെ എത്തിക്കലുമായിട്ടുള്ള സോഷ്യൽ പെർഫോമൻസും എത്തിക്കൽ പെർഫോമൻസും മെഷർ ചെയ്യുകയും അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്നിട്ടോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഫീഡ്ബാക്സ്, ഈ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫീഡ്ബാക്ക് കിട്ടുമല്ലോ, ആ ഫീഡ്ബാക്കിൻ്റെ ബേസിൽ ഇമ്പ്രൂവ്മെൻറ്റ് എന്തെങ്കിലും വേണമെങ്കിൽ അതും ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂൾ, മാനേജ്മെൻറ്റ് ടൂളായിട്ടാണ് സോഷ്യൽ ഓഡിറ്റിനെ കാണുന്നത്. ഒന്നും കൂടെ പറയാം, ഒരു ഓർഗനൈസേഷൻ്റെ സോഷ്യൽ ആൻഡ് എത്തിക്കൽ പെർഫോമൻസിനെ മെഷർ ചെയ്യാനും മനസ്സിലാക്കാനും മനസ്സിലാക്കിയ കാര്യങ്ങൾ അധികാരികളെ അറിയിക്കുകയും അങ്ങനെ അറിയിക്കുമ്പോൾ അവർ ഫീഡ്ബാക്ക് തരും, സജഷൻസ് തരും. ആ സജഷൻസ് കേട്ട് വേണ്ട ഇംപ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഓർഗനൈസേഷനിൽ വരുത്തുകയും ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൂൾ ഓഫ് മാനേജ്മെൻ്റ് ആണ് എന്ത്? സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ആൻ എൻറ്റിറ്റീസ് ഇൻവോൾവ്മെൻറ്റ് ഇൻ സോഷ്യൽ എൻഡീവേഴ്സ്. സോഷ്യൽ എൻഡീവേഴ്സിൽ അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു കമ്പനിയുടെ ഇൻവോൾവ്മെൻറ്റ് എത്രത്തോളം ഉണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രോസസ്സാണ് സോഷ്യൽ ഓഡിറ്റിംഗ്. ഇൻ അതർ വേർഡ്സ്, സോഷ്യൽ ഓഡിറ്റ് എയിംസ് ടു അസസ് ദ സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ് ആൻ എൻറ്റിറ്റി ഹാസ് ഓൺ സൊസൈറ്റി. ഒരു കമ്പനിക്ക് സൊസൈറ്റിയിലുള്ള സോഷ്യൽ ആസ് വെൽ ആസ് എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസ്, ഇമ്പാക്റ്റ്, അതിനെ അസസ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ടും സോഷ്യൽ ഓഡിറ്റ് നമുക്ക് സഹായിക്കുന്നുണ്ട്. സോഷ്യൽ ഓഡിറ്റിംഗ് ഇസ് എ പ്രോസസ് ഇൻവോൾവ്സ് അസസിങ് ദ ഓർഗനൈസേഷൻസ് പോളിസീസ്. ഒരു ഓർഗനൈസേഷൻ മുൻപോട്ട് വെക്കുന്ന പോളിസീസ് ഒക്കെ അസസ് ചെയ്യും. എങ്കിൽ മാത്രമേ ആ ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചർ എൻഡീവേഴ്സ് ഒക്കെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പോളിസീസൊക്കെ നമ്മൾ അസസ് ചെയ്യുന്നു. പിന്നെ പെർഫോമൻസ്, ആ ഓർഗനൈസേഷൻ ഇതുവരെ കാഴ്ചവെച്ച പെർഫോമൻസിനെ അസസ് ചെയ്യുന്നുണ്ട്. ഇൻ ലേബർ പ്രാക്ടീസ്, കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. ഇതൊക്കെ അസസ് ചെയ്യുകയും വേണ്ട റിപ്പോർട്ടിംഗ് ഒക്കെ നടത്തുകയും അതിൽ നിന്ന് കിട്ടുന്ന സജഷൻ ഉൾക്കൊണ്ട് വേണ്ട ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തി ഓർഗനൈസേഷനെ ബെറ്റർ ആക്കുകയാണ് ഓരോ തവണ ഈ ഓഡിറ്റ് കഴിയുമ്പോഴും. അപ്പം ആ ഒരു ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ടാണ് ഇവിടെ സോഷ്യൽ ഓഡിറ്റിംഗ് നിലനിൽക്കുന്നത്. Thus, social audit is a tool for evaluating how satisfactory a company has discharged its social responsibilities. ഒരു കമ്പനി അവരുടെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസിനെ എത്രത്തോളം സാറ്റിസ്ഫാക്ടറി ആയിട്ട് കാഴ്ചവെച്ചു എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ഈ സോഷ്യൽ ഓഡിറ്റ് സഹായിക്കുന്നു. പിന്നെ വിഷനും റിയാലിറ്റിയും തമ്മിലുള്ള ഗ്യാപ്പ് നാരോ ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട്. അതുപോലെ എഫിഷ്യൻസി, എഫക്റ്റീവ്നെസ് ഇവ തമ്മിലുള്ള ഗ്യാപ്പ് അത് കുറയ്ക്കുന്നുണ്ട്. ഇൻ ഷോർട്ട്, സോഷ്യൽ ഓഡിറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ ദ സോഷ്യൽ അക്കൗണ്ടബിലിറ്റി ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ സോഷ്യൽ അക്കൗണ്ടബിലിറ്റി, ആ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മെഷർ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ആണ് സോഷ്യൽ ഓഡിറ്റ് നിൽക്കുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ ഓഡിറ്റ് നോക്കുകയാണെങ്കിൽ, ഇറ്റ് ഹെൽപ്സ് ടു അനലൈസ് ദ കമ്പനീസ് ഓപ്പറേഷൻസ് ഓൺ ദ ലോക്കൽ കമ്മ്യൂണിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. പിന്നെ ഇംപ്ലിമെൻറ്റ് എഫക്റ്റീവ് മെഷേഴ്സ് ഫോർ ദ എക്സ്റ്റൻഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കമ്പനി. പിന്നെ എംപ്ലോയീസിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ് അസസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഷെയർ ഹോൾഡേഴ്സിനൊക്കെ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ മെയിൻലി ഇൻ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പനിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. പിന്നെ അതിൽ ആ റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്കിലൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്യുന്നു ഇഫ് നെസസറി. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കമ്പനി ബെറ്റർ ആവുകയും കമ്പനിയുടെ ആ ഉള്ള ഇമേജ്
ബൂസ്റ്റപ്പ് ആവുകയും ചെയ്യുന്നു. ആ സൊസൈറ്റിയിൽ ആ കമ്പനിക്കുള്ള റെപ്യൂട്ടേഷൻ, ഇമേജ് കൂട്ടാനും സഹായിക്കുന്നുണ്ട്. അപ്പം ഇനിയുള്ളത് സോഷ്യൽ ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഐഡൻറ്റിഫൈസ് ചലഞ്ചസ് ഫേസ്ഡ് ബൈ സർട്ടൻ ഗ്രൂപ്പ്സ്. പിന്നെ സപ്പോർട്ട്സ് ദ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് സോഷ്യൽ ക്യാപിറ്റൽ ഓഫ് ദ ഓർഗനൈസേഷൻ. കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അസിസ്റ്റ് ഇൻ പ്ലാനിങ് പ്രോസസ്സിൽ വേണ്ട അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുന്നു. ഹെൽപ്സ് ഇൻ എൻഹാൻസിങ് ദ ഇമേജ് ഓഫ് ദ കമ്പനി. ഡിസഡ്വാൻറ്റേജസ് ആണെങ്കിൽ വെരി കോംപ്ലിക്കേറ്റഡ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്, നോട്ട് ഓഫർ എനി സോർട്ട് ഓഫ് ട്രാൻസ്പെറൻറ്റ് മെത്തഡോളജി. പിന്നെ അത് കൂടുതലും സബ്ജക്റ്റീവ് ആണ്. യൂസേഴ്സ് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത്. അപ്പോൾ അതും അങ്ങനെ നോക്കുമ്പോഴും ടൈം കൺസ്യൂമിങ് ആണിത്. പിന്നെ ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് ഒന്നും ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. പിന്നെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് സോഷ്യൽ ഓഡിറ്റേഴ്സ് മിനിമൽ ആണ്. ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരില്ലാത്തത് കൊണ്ട് തന്നെ ഇവരുടെ ഓഡിറ്റിംഗ് അത്രത്തോളം 100% ആക്യുറേറ്റും ആയിരിക്കില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇനിയുള്ളത് ഗാന്ധിയൻ അപ്രോച്ച് ഇൻ മാനേജ്മെൻ്റ് ആണ്. ഫിലോസഫിക്കൽ കോൺസെപ്റ്റ്സ് ഓഫ് ഗാന്ധിജി. അപ്പം ഗാന്ധിജി മുൻപോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തതായിട്ടുള്ള കുറച്ച് ഫിലോസഫിക്കൽ കോൺസെപ്റ്റ്സിൻ്റെ ബേസിസിൽ അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റിനുള്ള ആ ഒരു അപ്രോച്ച് വിലയിരുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഫിലോസഫിക്കൽ കോൺസെപ്റ്റ്സ് എങ്ങനെ മാനേജ്മെൻറ്റിൽ പ്രാവർത്തികമാക്കാം, ആ ഒരു ഇതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് മോറൽ കൺസൈൻസ്. അക്കോർഡിംഗ് ടു ഗാന്ധിജി, മോറൽ കൺസൈൻസ് ഷുഡ് ബി ദ ഇന്നർ ഗൈഡ് ടു എനി ആക്ഷൻസ് ഓഫ് മാൻ. നമ്മുടെ മോറൽ കൺസൈൻസ് ആയിരിക്കണം നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഫാക്ടർ. ഗാന്ധിജി exhorted the non-violence and truth to be the basics of any human being and essence of the morality. non-violent ആയിട്ട് വേണം ഓരോ വ്യക്തിയും ഓരോ കാര്യങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രൂത്ത്ഫുൾ ആയിരിക്കണം. ഇത് രണ്ടുമാണ് ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ച് ബേസിക് ആയിട്ടുള്ള ഈ മൊറാലിറ്റിയുടെ ബേസിക് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. രണ്ട് നോൺ വയലൻസ് ആണ്. Gandhiji charted a new way of achieving all goals in life through non-violent means and actions. മൂന്നാമത് ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ഓൾ. ഒരു ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട മോട്ടോ ആയിട്ട് ഗാന്ധിജി പറയുന്നത് ദ ഡിസിഷൻസ് മെയ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഷുഡ് ഗീവ് മാക്സിമം ഹാപ്പിനെസ് ടു മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ. അതായത് ഇവിടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ അതൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പം ഒരു മാക്സിമം നമ്പർ ഓഫ് പീപ്പിളിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡിസിഷൻസ് ആയിരിക്കണം ഒരു ഓർഗനൈസേഷൻ എടുക്കേണ്ടത്. അതാണ് ഇവിടെ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ഓൾ എന്ന് പറയുന്നത്. മെജോറിറ്റിയുടെ അഭിപ്രായമായിരിക്കണം മാനിക്കേണ്ടത്. സർവോദയ പ്രിൻസിപ്പിൾ, ഇറ്റ് മീൻസ് പ്രോഗ്രസ് ഫോർ ഓൾ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. മാറ്റി നിർത്തലുകളൊന്നുമില്ലാതെ എല്ലാവരും ഒരുപോലെ പ്രോഗ്രസ്സിലേക്ക് നയിക്കുക. പിന്നെ ഫിലോസഫി ഓഫ് ട്രസ്റ്റിഷിപ്പ്, ഇത് വളരെ സ്മോൾ ആയിട്ടാണ് പറയുക. ഇതിലുള്ള ഓരോ പോയിൻറ്സും വളരെ വൈഡാണ്. മെയിൻ പോയിൻറ്റ്സ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഗാന്ധിജീസ് തിയറി ഓഫ് ട്രസ്റ്റിഷിപ്പ് ഈസ് ആൻ ഐഡിയ ദാറ്റ് വെൽത്തി പീപ്പിൾ ഷുഡ് കൺസിഡർ ദെയർ പ്രോപ്പർട്ടി ആസ് വാട്ട് ഗോഡ് ട്രസ്റ്റഡ് ദം ടു മാനേജ് ആസ് ട്രസ്റ്റീസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി പുവർ. This theory legitimated the positions of capitalists and landlords in society as long as they behaved as trustees. ഇവിടെ പറയുന്നത് വെൽത്ത് എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് മുഴുവനായിട്ട് ബിലോങ് ചെയ്യുന്നൊരു ഘടകമാണ്. അതിനെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ട്രസ്റ്റീസ് എന്ന് വിളിക്കുക. ആൻഡ് അവർ കൂടുതലും വെൽത്തി പീപ്പിളും ആയിരിക്കും. ദ വെൽത്ത് ബിലോങ്സ് ടു സൊസൈറ്റി ആൻഡ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ഓൾ. ആ സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം ആ വെൽത്ത് ഉപയോഗിക്കേണ്ടത്. ദ ട്രസ്റ്റിഷിപ്പ് ഷുഡ് ഓൾസോ ബി എക്സ്റ്റെൻഡഡ് ടു ദ ലേബർ ഓഫ് ദ ഇൻഡസ്ട്രി. ഇറ്റ് വിൽ നോട്ട് റെക്കഗ്നൈസ് ദ ക്യാപിറ്റൽ ആൻഡ് അസറ്റ്സ് ആസ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി. ഒരു ക്യാപിറ്റലോ അസറ്റോ ഒന്നും ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ആയിട്ട് ഒരിക്കലും ഒരു മാനേജ്മെൻറ്റ് കരുതാൻ പാടില്ല. അത് സൊസൈറ്റിക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ സൊസൈറ്റിക്ക് ഗുഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ആ വെൽത്തിനെ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ദിസ് വാസ് ബേസിക്കലി ടു റെഡ്യൂസ് ദ ഫീലിംഗ് ഓഫ് ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്.
ഉള്ളവനും ഇല്ലാത്തവനും ആ ഒരു ഫീലിംഗ്, ആ ഒരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ് കളയുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു ഈഗോ കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ട്രസ്റ്റിഷിപ്പ് എന്ന കോൺസെപ്റ്റ് തന്നെ ഉടലെടുത്ത് വന്നത്. ഉള്ളവൻ വളരെ വലിയവനും ഇല്ലാത്തവൻ ചെറിയവനും ആ ഒരു തോന്നൽ മാറണം സമൂഹത്തിൽ നിന്ന്. അപ്പോൾ വെൽത്തി പീപ്പിളിനെ ഈ വെൽത്തിൻ്റെ ഒക്കെ കൂടെ ട്രസ്റ്റീസായിട്ട് നിയമിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫ്രൂട്ട് എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് മൊത്തത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ. ഈച്ച് ഇൻഡസ്ട്രിയലിസ്റ്റ് ഓർ ബിസിനസ്മാൻ ഷുഡ് കൺസിഡർ ഹിംസെൽഫ് ടു ബി എ ട്രസ്റ്റി ഓഫ് ദ വെൽത്ത് ദാറ്റ് ഹീ പൊസസ്സസ്. അതാണ് ട്രസ്റ്റിഷിപ്പിൽ പറയുക. ഫർദർ റീഡിങ് കൊടുക്കേണ്ട ഒരു ടോപ്പിക്കാണത്. 6th, laborers as partners. According to Gandhiji, laborers are not separate entity in business firm but a partner to accomplish organizational objectives and goals. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സും ഗോൾസും ഒക്കെ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പാർട്ട്ണർ, മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ട്ണറായിട്ട് തന്നെ ലേബറേഴ്സിനെ കാണണം. അല്ലാതെ റൂൾ ഓഫ് തമ്പ് ഒന്നും കൊണ്ട് ഓവറായിട്ട് അങ്ങ് കൺട്രോൾ ചെയ്യരുത് എംപ്ലോയീസിനെ എന്നാണ് പറയുക. Ends and means. Gandhiji firmly believed that the goals of any decision be ethical and at the same time the means for achieving the set goals also be ethical. Endsum meansum ethical ആയിരിക്കണം എന്നാണ് പറയുന്നത്. Ends and means both are equally important and are not be separated. ഇത് തമ്മിൽ സെപ്പറേറ്റഡ് അല്ല. മീൻസും എൻസും ഒക്കെ ഒരു കോമൺ എൻറ്റിറ്റിയുടെ ഭാഗമാണ്. അത് രണ്ടും എത്തിക്കലായിട്ട് ഉണ്ടാവണം. ഗോൾസും എത്തിക്കലാവണം, ആ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള വേ, ആ ഒരു പാത്തും എത്തിക്കലായിരിക്കണം എന്നാണ് പറയുക. ഇനി 7 sins അഡ്വക്കേറ്റഡ് ബൈ ഗാന്ധിജി ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമത്തെ, കൊമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി. അതായത് ബിസിനസ് വിത്തൗട്ട് മൊറാലിറ്റി ഈസ് കൺസിഡർഡ് ടു ബി എ ഗ്രേറ്റസ്റ്റ് സിൻ. 2, വെൽത്ത് വിത്തൗട്ട് വർക്ക്. അതായത് ഗാന്ധിജി ബിലീവ്ഡ് ഇൻ ക്രിയേഷൻ ഓഫ് വെൽത്ത് വിത്ത് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്കിലൂടെ നേടിയെടുക്കുന്നതിനെയാണ് ഗാന്ധിജി വെൽത്ത് എന്ന് വിളിച്ചിരുന്നത്. ഹി ഡിഡ് നോട്ട് അഡ്വക്കേറ്റ് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഓഫ് ഗെറ്റിംഗ് വെൽത്ത് ഓർ ബിക്കമിങ് റിച്ച്. ഷോർട്ട് കട്ടിലൂടെ ദേഹം അനങ്ങാതെ പണം സമ്പാദിക്കുന്ന ആ ഒരു ഇതിനോട് ഗാന്ധിജി എതിരായിരുന്നു. ഹാർഡ് വർക്കിലൂടെ കിട്ടുന്നത് മാത്രമാണ് വെൽത്ത്. ആൻഡ് അങ്ങനെ കിട്ടുന്ന വെൽത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാം എന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ വിത്തൗട്ട് ക്യാരക്ടർ. എഡ്യൂക്കേഷൻ്റെ എയിം എന്ന് പറയുന്നത് തന്നെ ക്യാരക്ടർ ബിൽഡിംഗ്, ഹ്യൂമൻ വാല്യൂസ് ഒക്കെ മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നതാണ്. അപ്പം അത് എത്തിക്കാത്ത എഡ്യൂക്കേഷൻ, ദ പ്രോപ്പർ വേ ഓഫ് എഡ്യൂക്കേറ്റിംഗ് പീപ്പിൾ അല്ലല്ലോ. അപ്പം ക്യാരക്ടർ ബിൽഡിങ്ങിന് വേണ്ടതായ എഡ്യൂക്കേഷനാണ് പ്രോപ്പർ വേ ഓഫ് എഡ്യൂക്കേഷൻ. അല്ലാത്തതൊന്നും എഡ്യൂക്കേഷനായിട്ട് ഇവിടെ കണക്കാക്കുന്നില്ല. സയൻസ് വിത്തൗട്ട് ഹ്യൂമാനിറ്റി. ഇപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സയൻസ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് സയൻസ്. നമുക്ക് പവർ പ്ലാന്റ്സ് വേണം, അത് നമ്മുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. ആറ്റം ബോംബ്സും ഉണ്ട് അതേപോലെ. എന്തിനാ? ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ട്. അപ്പം ഇത് ഹ്യൂമാനിറ്റിയുടെ മൊത്തത്തിലുള്ള ഡിസ്ട്രക്ഷനും കാരണമായിട്ടുള്ള ചരിത്രം നമുക്കറിയാം. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജി ഷുഡ് ഹാവ് എ ഹ്യൂമൻ ടച്ച് എന്നാണ് പറയുന്നത്. ഹ്യൂമാനിറ്റിയെ മൊത്തത്തിൽ തുടച്ചു മാറ്റി കളയാനുള്ള ഒന്നാവരുത് സയൻസ്. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ പ്ലഷർ വിത്തൗട്ട് കൺസേൺസ്. പ്ലഷറും ഹാപ്പിനെസ്സും തമ്മിലുള്ള ഡിഫറൻസ് പലർക്കും അറിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. പ്ലഷർ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് മാത്രം നിലനിൽക്കുന്ന സന്തോഷം, അതിനാണ് പ്ലഷർ എന്ന് പറയാം. അതിൻ്റെ പിന്നാലെയാണ് പലരും പോകുന്നത്. നേരെ മറിച്ച് നമുക്ക് വേണ്ടത് എന്താ? ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് എന്നാൽ ഒരു ഇന്നർ ജോയ് ആണ്, ഒരു സ്പിരിച്വൽ കണ്ടൻമെൻ്റ് ആണ്. അപ്പം കൺസേൺസ് ഇല്ലാത്ത ഒരു ലോജിക്കും ഇല്ലാത്ത രീതിയിലുള്ള പ്ലഷർ വിൽ ഡിസ്ട്രോയ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ജനറലി ബ്രിങ് സോറോ. അപ്പം പ്ലഷർ സീക്കിംഗ് ഇൻ എ ഗുഡ് വേ ആണെങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ പ്ലഷർ മാത്രം തേടി പോവാതെ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ആയിരിക്കണം ഒരാളുടെ ഗോള്. പൊളിറ്റിക്സ് വിത്തൗട്ട് പ്രിൻസിപ്പിൾസ്. പൊളിറ്റിക്കൽ ഗ്രോത്ത് ഈസ് ഗിവിങ് പവർ. ആ പവറിലൂടെ എന്ത് കിട്ടുന്നു? വെൽത്ത് കിട്ടുന്നു. വെൽത്തിലൂടെ ഇൻഡസ്ട്രി സ്വന്തമാക്കാം, മസിൽ പവർ. ഇതൊക്കെ ക്രിമിനലൈസേഷന് കാരണമാകുന്നുണ്ട്. ആൻഡ് ഇതൊരു സർക്കിളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ പൊളിറ്റിക്കൽ വാല്യൂസും പ്രിൻസിപ്പിൾസും ഒന്നും ഫോളോ ചെയ്യാത്ത പൊളിറ്റിക്കൽ ഐഡിയോളജീസ് മാറ്റേണ്ട സമയമായി എന്നാണ് ഇവിടെ പറയുന്നത്. വർഷിപ്പ് വിത്തൗട്ട് സാക്രിഫൈസ്. ഹയസ്റ്റ് ഫോം ഓഫ് മൊറാലിറ്റി ആയിട്ട് ഗാന്ധിജി കണക്കാക്കുന്നത് സെൽഫ് സാക്രിഫൈസിങ് ആണ്. അതായത് ഗിവിങ് വൺസ് ലൈഫ് ആസ് എ റാൻസം ഫോർ ദ സാൽവേഷൻ ഓഫ് ഓൾ. എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം എന്നാണെങ്കിൽ കുറച്ച് സാക്രിഫൈസ് ഒക്കെ നമ്മൾക്കും ചെയ്യാം. നോ പ്രോബ്ലം. നോ മലൈസ്, എക്സ്പ്ലോയിറ്റ്സ്,
അതായത് ഗാന്ധിജി ഹിംസെൽഫ് ബ്യൂട്ടിഫുള്ളി സം അപ്പ്, ഹു ഈസ് സിൻസിയർ ഇൻ ഹിംസെൽഫ്, ബെയർസ് നോ മലൈസ്, എക്സ്പ്ലോയിറ്റ്സ് നോ വൺ ആൻഡ് ഓൾവേസ് ആക്ട്സ് വിത്ത് എ പ്യുവർ മൈൻഡ്. ഇങ്ങനെയുള്ളൊരു വ്യക്തി റിലീജിയസ് ആയിരിക്കും, അവൻ ഹാപ്പി ആയിരിക്കും, ആൻഡ് ഹി അലോൺ ഈസ് വെൽത്തി. ഇങ്ങനെയുള്ളൊരു മനുഷ്യനാണ് ഏറ്റവും വലിയ വെൽത്തി റിച്ച് മാനായിട്ട് ഗാന്ധിജി കാണുന്നത്, ആ ഒരു സാക്രിഫൈസിങ് മെൻറ്റാലിറ്റി ഉള്ളൊരു വ്യക്തിയെ. ഇനിയുള്ളത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്, ഒരു ഇൻട്രൊഡക്ഷനാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ അടുത്ത വീഡിയോയിൽ ഇടുന്നുള്ളൂ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നാൽ it refers to meeting the requirements of customers consistently by continuous improvement in the quality of work of all employees. കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുക എങ്ങനെ? ബൈ കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ഓഫ് ഓൾ എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ ആ ഒരു വർക്കിലുള്ള ക്വാളിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് അതിലൂടെ കസ്റ്റമേഴ്സിന് അൾട്ടിമേറ്റ് ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക. അതാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് FW ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത ആ ഒരു ടൈമിലാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ആർട്ട് ഓഫ് നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് യുവർ മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. ഇതാണ് TQM ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ ബേസ് ആയിട്ട് നിൽക്കുന്നത്. ജാപ്പനീസ് പീപ്പിൾ ഈ ഒരു ടെക്നിക്കിനെ, ഈ ഒരു ടോട്ടൽ ക്വാളിറ്റി അപ്രോച്ചിനെ അവർ വിളിച്ചിരുന്നത് കമ്പനി ക്വാളിറ്റി കൺട്രോൾ എന്നായിരുന്നു. ഈ ടോട്ടൽ ക്വാളിറ്റി അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 എസെൻഷ്യൽ ഘടകങ്ങൾ ഉണ്ട്. ഒന്ന് മീറ്റിംഗ് കസ്റ്റമർ റിക്വയർമെൻറ്റ്, 2 കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ത്രൂ മാനേജ്മെൻറ്റ് പ്രോസസ്സ്, 3 ഇമ്പ്രൂവ്മെൻറ്റ് ഓഫ് ഓൾ എംപ്ലോയീസ്. ഇതിനെയാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് TQM തൊട്ട് ഉള്ള പോർഷൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇന്നത്തേത് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് എങ്കിലും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.